ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. രണ്ടു ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണപ്പണിക്കർ എഴുതി MG രാധാകൃഷ്ണൻ ഈണമിട്ട പാട്ടാണ് ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഈ പാട്ട്. അതിലെ വരി ശ്രദ്ധിച്ചവർക്കറിയാം, ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ശരിക്കും ഈ ചോദ്യം നമ്മളിന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വയമൊന്ന് ചോദിച്ചു നോക്കണം. ഓർമ്മകൾ ഓലോലം തകർക്കുന്ന വിധം, ഒന്നും ഓർക്കാൻ സമയമോ അവസരമോ കിട്ടാത്ത വിധം നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഡിജിറ്റൽ കെട്ടുപാടുകൾക്കിടയിൽ അങ്ങനൊരു ചോദ്യം അനിവാര്യമാണ്. പാട്ടിൽ പറയും പോലെ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എളുപ്പമല്ല എന്ന് അന്നേരം തിരിച്ചറിയും. ഈ പാട്ടിലെ വരിയെ ചെറുതായെന്ന് നമുക്ക് മാറ്റാം, അത് ഏറ്റവും അവസാനം. നോക്കൂ, അലക്സ പ്ലേ ഇല്ലൂമിനാറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിരി പ്ലേ റാസ്പുട്ടിൻ സോങ് എന്ന് പറയുമ്പോൾ ഞൊടിയിടയിൽ പാട്ട് കാതുകളിലേക്ക് ഇരമ്പിയെത്തുന്ന കാലത്ത് അങ്ങനെ ശബ്ദങ്ങളെ വരുതിയിൽ നിർത്തുന്ന തലമുറയ്ക്ക് അത്ഭുതമായിരിക്കാം ഇനി പറയാൻ പോകുന്ന കഥ കേൾക്കുമ്പോൾ. ശരിക്കും ഇതൊരു കഥ പോലെ തന്നെയാണ്. ചുറ്റിനും 100,000 ഓപ്ഷനുകൾ ഇല്ലാതിരുന്ന കാലത്ത് റേഡിയോ എന്ന അത്ഭുത പെട്ടിയിലൂടെ ഒഴുകി വന്നിരുന്ന ശബ്ദത്തെ പ്രണയിച്ചിരുന്ന ഒരു തലമുറ. നോക്കൂ, ഈ ശബ്ദം കേട്ട് പരിചയിക്കാത്തവർ അന്വേഷിച്ചു നോക്കൂ. ഈ ശബ്ദമൊക്കെ ഓർമ്മകളുടെ എത്രയെത്ര അറകൾ തുറക്കുമെന്ന്. ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ ബലദേവാനന്ദസാഗരഃ. ജോലിയൊക്കെ കഴിഞ്ഞ് റേഡിയോ പെട്ടിക്ക് മുന്നിലിരുന്ന് കേട്ട ഇത്തരം കഥകൾ. നമ്മുടെ ആകാശവാണി മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ പരിപാടികളിലൊന്നായ എഴുത്തുപെട്ടി മറന്നോ? കത്തെഴുതിയും റേഡിയോയിലൂടെ നമ്മുടെ പേര് കേട്ടുമൊക്കെ ആഹ്ലാദിച്ച് തുള്ളിച്ചാടിയ ദിനങ്ങൾ. ഞങ്ങളെ മറന്നിട്ടില്ലെന്ന വിശ്വാസത്തോടെ എഴുതട്ടെ. ആരെയും ഇതുപോലെ മറക്കാറില്ല. ആരാണ് എഴുതുന്നത്? ബാലകൃഷ്ണൻ, പുഷ്പ, സ്വപ്ന, സന്ദേശ്, കൊയിലാണ്ടി. വീണ്ടും കടന്നു വരാനുള്ള കൊതിയോടെയാണ് കേട്ടോ എഴുതുന്നത്. സ്കൂളിലേക്കൊക്കെ പോകാൻ സമയം ക്രമീകരിച്ചിരുന്ന പ്രഭാതഭേരിയെ പ്രഭാതഭേരി. സന്ധ്യയ്ക്ക് അമ്മുമ്മയോടും അപ്പൂപ്പനോടുമൊക്കെ ഒപ്പമിരുന്ന് റേഡിയോ നാടകം കേട്ടത്. കരിയിലുകൾ മൂടിയ വഴിത്താൽ നാടകം സമാപിച്ചു. മൂലകഥ MT വാസുദേവൻ നായർ. നാടകാവിഷ്കാരം. ചുറ്റിനും നടക്കുന്ന സംഭവങ്ങൾ അറിയാൻ കാതു കൂർപ്പിച്ചിരുന്നത്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം ആത്മഹത്യാ ബോംബറായി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. നോക്കൂ, എത്ര വേഗമാണ് നമ്മൾ ആ കാലത്തിന്റെ തീരത്തേക്ക് പോയത്. എന്തെന്തോർമ്മകളാണ് വന്ന് നിറയുന്നതല്ലേ. ഇനി പ്രവാസ ലോകത്തിലെ ഏക ആശ്വാസമായിരുന്ന റേഡിയോയെക്കുറിച്ച് കൂടി പറയണം. അതൊരു മറ്റൊരു കഥയാണ്. മാപ്പിളപ്പാട്ടിൽ ഒരിനമാണ് കത്തുപാട്ട്. പുലിക്കോട്ടിൽ ഹൈദർ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ, ചാക്കീര് മൊയ്തീൻകുട്ടി തുടങ്ങി SA ജമീൽ വരെ കത്തുപാട്ടിൽ പ്രശസ്തരായവരാണ്. മാപ്പിളപ്പാട്ടിലുണ്ടായ ഒരു പ്രസിദ്ധമായ കത്തുപാട്ട് മറിയക്കുട്ടിയുടെ കത്തുപാട്ടാണ് പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയത്. 1921 മലബാർ ലഹളയെ തുടർന്ന് തടവുകാരനായി പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ബെല്ലാരി ജയിലിൽ വച്ച് തന്റെ ഭാര്യ മറിയക്കുട്ടിയെപ്പറ്റി ചില അപവാദങ്ങൾ കേൾക്കാനിടയായി. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ ഉമ്മയ്ക്ക് കത്തെഴുതി. ആ കത്ത് കണ്ട് മനസ്സുരുകി എഴുതിയ മറുപടിയാണ് മറിയക്കുട്ടിയുടെ കത്ത്. ഈ മറിയക്കുട്ടി കവിയുടെ പരിചയക്കാരിയായിരുന്നു എന്നും അവളുടെ സങ്കടം കണ്ട് അദ്ദേഹം എഴുതിക്കൊടുത്തതാണ് കത്തുപാട്ട് എന്നും പറയപ്പെടുന്നുണ്ട്.
1977 എസ് എ ജമീലിന്റെ ഈ കത്തുപാട്ട് പിറവിയെടുക്കുന്നത്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവ് വായിച്ചറിയുവാൻ എന്ന് ഹൃദയം പൊട്ടി ഒരു ഭാര്യ എഴുതിയ കത്ത്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാളേറെ തിരിശത്തിൽ ചൊല്ലിടുന്നു വസല. ഗൾഫ് പ്രവാസത്തിന്റെ ഏറ്റവും ദുഃഖപൂർണമായ അവസ്ഥകളിലൊന്നായി വിരഹത്തിന്റെ മുഴുവൻ സങ്കടങ്ങളും ഉൾച്ചേർന്ന ഒരു പാട്ട്. അതിനൊരു മറുപടിയുമുണ്ടായി. അബുദാബിയിലെ എഴുത്തുപെട്ടിയിൽ നിന്ന് കിട്ടുന്ന പ്രിയപ്പെട്ടവളുടെ കത്ത് വായിച്ച് പ്രിയപ്പെട്ടവൻ എഴുതിയ മറുപടി. അബുദാബിയിലുള്ളോരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. അക്കാലത്ത് ഈ കത്തുണ്ടാക്കിയത് വലിയ ചലനങ്ങളായിരുന്നു. ഈ കത്തിന്റെ ഉള്ളടക്കം ഒരു പ്രിയതമയുടേത് ആയിരുന്നില്ല. ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന അനേകം പ്രിയതമമാരുടേതായിരുന്നു. പലരും ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തി എന്ന് പോലും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്തെഴുതാനുള്ള സൗകര്യവും കത്ത് ലഭ്യമാവുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്ന 70കളിലെ അവസ്ഥ ഇതാണെങ്കിൽ ഗൾഫ് പ്രവാസം തുടങ്ങിയ കാലത്തെ സാഹചര്യം എന്തായിരിക്കും? കടൽ കടന്നെത്തിയ മലയാളികൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന കാലം. മലയാളം പറയാൻ ഒരാളെ കണ്ടുകിട്ടിയെങ്കിൽ എന്നാശിച്ചിരുന്ന എത്രയോ പ്രവാസികൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് ഗൾഫിൽ മലയാളം കേൾക്കുന്നത്, മലയാളം റേഡിയോ പ്രക്ഷേപണം തുടങ്ങുന്നത്. ആ മലയാളം കേട്ട് കോരിത്തരിച്ചുപോയ സന്ദർഭത്തെക്കുറിച്ച് പഴയകാല പ്രവാസികൾ ഇന്നും ആവേശത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കത്തുകളില്ല. ആശയവിനിമയത്തിന് ധാരാളം സംവിധാനങ്ങൾ വന്നു. മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും വിവിധങ്ങളായിട്ടുള്ള സന്ദേശ ആപ്പുകളും. എങ്കിലും റേഡിയോ ഇന്നും സജീവമായി നിലനിൽക്കുന്നു. ഇന്ന് റേഡിയോ ദിനമാണ്. ഈ കാലത്തും ജനപ്രിയ മാധ്യമമായി റേഡിയോ നിലകൊള്ളുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം കേട്ട പാട്ടിന്റെ വരിയൊന്ന് മാറ്റേണ്ടതുണ്ട് എന്ന്. ഓർമ്മയില്ലേ ആ വരി? നമുക്ക് വരിയൊന്ന് മാറ്റണ്ടേ? ഒരിക്കലെങ്കിലും കേട്ട ശബ്ദത്തെ മറക്കാൻ കഴിയുമോ? ആകാശവാണി